So we will take you into 3 parts: past, present, and the future. Yeah. So you'll start your journey in the past museum, and we'll take you back in time of how Dubai was 50 years ago. Thank you. And at the end of the museum, lift is there, and the lift will take you up in 50 seconds. Yeah. That will be 3 meters per second speed, and it's a panoramic lift. You will have the view outside. Okay. And at the top, you'll have the view of old and new Dubai, and you will walk on a glass bridge. Thank you. And then later on, go to the future zone. There's a 3D show about Dubai's vision for the next 50 years. This will be a journey of time of the past, the present, and Dubai's future. ഫിജിനോട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. സർപ്രൈസായിട്ട് വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തുന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫിജിനും ഞാനും കൂടി ഇന്ന് പോകുന്നത് ദ ഫ്രെയിമിലേക്കാണ്. ഫിജിൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫ്രെയിം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഫ്രെയിമിൻ്റെ ഒരു വശം ദ പാസ്റ്റും ഒന്ന് ഫ്യൂച്ചറും, അങ്ങനെയാണ് അവർ ആ ഫ്രെയിമിൻ്റെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കയറിയുന്ന ഒരു വശത്തേക്ക് നോക്കിയാൽ പഴയ ദുബായ് കാണാം, തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ദുബായ്. അങ്ങനെയാണ് ഫ്രെയിമിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക്, ഫ്രെയിമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കാഴ്ചകളിലേക്കും ഫ്രെയിമിൻ്റെ അടുത്തേക്ക് എത്തുന്നുള്ള കാഴ്ചകളിലേക്കും പോവാം. യെസ്, അതെ, നമ്മൾ എത്തിയിരിക്കുന്നത് ദുബായിലുള്ള ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ്. ദുബായ് ഫ്രെയിം ദുബായിൽ വന്നിട്ട് കാണാതെ പോയാൽ അത് വളരെയധികം മോശമാവുന്നുള്ള പ്രതീക്ഷയുള്ള കാരണം കൊണ്ടും നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ എനിക്കെതിരെ പറയുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടും നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ദുബായ് ഫ്രെയിമിലാണ്. ശരിക്കും ദുബായിയുടെ 2 വ്യൂ, പാസ്റ്റും ഫ്യൂച്ചറും, ഈ രണ്ടും കാട്ടിത്തരുന്ന ഒരു വ്യൂ ആണ് ഈ ഫ്രെയിമിലൂടെ കാണാൻ പോകുന്നത്. ശരിക്കും ഒരു ഫോട്ടോ ഇല്ലാത്ത ഫ്രെയിം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പക്ഷേ ഫോട്ടോയ്ക്കപ്പുറം ഒരു രാജ്യത്തിൻ്റെ 2 മുഖങ്ങളാണ് ഈ ഫ്രെയിമിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ തള്ളുന്നില്ല. ഞാൻ മിക്കയും ചേർന്ന് ദുബായ് ഫ്രെയിം കാണാൻ പോകുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ്, ദുബായ് ഫ്രെയിം. യെസ്, ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും നമ്മൾ അതിലേക്കുള്ളൊരു യാത്രയാണ്. ബുർജ് ഖലീഫയിലുള്ളത് പോലെ തന്നെ ഇതിലും ഹൈ സ്പീഡ് ലിഫ്റ്റുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നില്ലേക്കാ. അതെ, നമ്മൾ ഈ ബുർജ് ഖലീഫയിൽ പോയാൽ നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് കാണുന്ന പോലെ, അത് മാത്രമല്ല അതിൻ്റെ ടൈമിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പകൽ സമയത്ത് ചെന്നാലേ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അതേസമയം അല്ലാത്ത സമയത്ത് ചെന്നാൽ വെറും കെട്ടിടങ്ങളുടെ നമ്മുടെ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ലൈറ്റ് മാത്രമേ കാണാൻ പറ്റൂ. ഇതങ്ങനെയല്ല. ഇത് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ കാഴ്ചകളിലേക്ക് പോവാണ്. ചെന്നിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുക എങ്ങനെയാണ് നമ്മുടെ ആളുകളിലേക്ക്. ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്താണെന്നറിയോ? ഗോൾഡൻ കളർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ വെയിലത്ത് ഇങ്ങനെ ഗോൾഡായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഭയങ്കര അനുഭവമാണ്. ഈ അനുഭവം ഞാൻ ഫിജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അടിപൊളിക്കുക. ശരിക്കും ഈ ദുബായ് എക്സ്പോ 2020 നടക്കേണ്ടതായിരുന്നെന്ന് നമുക്കറിയാം. ഈ ലോകം മുഴുവനുള്ള കച്ചവടക്കാരെല്ലാവരും ദുബായിലേക്ക് 2021 അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ 266 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സിൻ്റെ കൗണ്ടിങ് ആണ്. കൗണ്ട് ഡൗൺ സ്വിച്ചാണ്. സ്വാച്ച് എന്ന് പറഞ്ഞ കമ്പനിയാണത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിച്ചളുടെ ഒരു കോട്ടിങ് പോലത്തെ ഒരു മെറ്റലാണത് അല്ലേ? ക്ലാഡിങ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് മുഴുവൻ ഇവർ ഈ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിൽവറും ഗോൾഡനും ആയിട്ട്. അതപ്പോൾ ഈ വെയിലടിക്കുമ്പോൾ റിഫ്ലക്ഷൻ ശരിക്കും ഒരു ഗോൾഡൻ സെറ്റപ്പിലേക്കാണ് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി വാതിലുകൾ തുറന്നു തന്നിരിക്കുകയാണ്. ഞാനും നമ്മുടെ ഇക്കയും കൂടിയിട്ട് ഈ ദുബായ് ഫ്രെയിം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് ഫ്രെയിമിൽ വരുന്നത്. ഇത്രയും നാളായിട്ട് ഞാനിത് ഫിജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഫാദർ ഓഫ് ദുബായ് എന്ന് പറഞ്ഞ ഷെയ്ഖ് റാഷിദിൻ്റെ ഫോട്ടോയാണ് ആ കാണുന്നത്. അതൊരു പ്രത്യേക ഒരു ഫ്യൂമിഗേഷനൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഹായ് മാം. How are you? I'm good, sir. Please allow me to give you an information, if you may. Yeah.
So we will take you into 3 parts: past, present, and the future. Yeah. So you'll start your journey in the past museum, and we'll take you back in time of how Dubai was 50 years ago. Thank you. And at the end of the museum, lift is there, and the lift will take you up in 50 seconds. Yeah. That will be 3 meter per second speed, and it's a panoramic lift. You will have the view outside. Okay. And at the top, you'll have the view of old and new Dubai, and you will walk on a glass bridge. Thank you. And then later on, go to the future zone. There's a 3D show about Dubai's vision for the next 50 years. This will be a journey of time of the past, the present, and Dubai's future. ഓക്കെ. ഇത് ഇപ്പം ദുബൈയുടെ പാസ്റ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അപ്പോൾ അതിൽ 50 വർഷം മുമ്പുള്ള ദുബൈയുടെ മ്യൂസിയമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു 3 മിനിറ്റുള്ളൊരു ലിഫ്റ്റിൽ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ വിൻഡോസിൽ കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോ എടുക്കാം. പക്ഷേ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയി എൻഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ് വാക്കിലാണ്. ആ ഗ്ലാസ് വാക്കിൽ നമുക്ക് നടക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്രസൻറ്റും റൈറ്റ് സൈഡിൽ വന്നിട്ട് ഫ്യൂച്ചറും കാണാം. അതാണ് അവരുടെ തീം. 50 വർഷം മുമ്പുള്ള ദുബൈയാണ് ഇതിൽ കാണുന്നത്. ആ ദുബൈ എങ്ങനെയായിരുന്നു, മുകളിലേക്ക് നോക്കിയ ആകാശം. നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ഡെസേർട്ടിൽ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവിടെ റാന്തൽ, അവർ മറ്റേ വെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവർ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന നെറ്റ്, അവരുടെ അന്നുള്ള ഉപകരണങ്ങൾ, അന്ന് സാധനങ്ങൾ ക്യാരി ഉപയോഗിച്ചിരുന്ന ചാക്ക്, അങ്ങനെ നമ്മൾ ഒരു പാസ്റ്റിൽ 50 വർഷം മുമ്പ് ദുബൈ എങ്ങനെയായിരുന്നു അതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അവർ ഫാൽക്കണെ കൊണ്ടുപോയിരുന്നു, വേട്ടയാടെ പോയിരുന്നു. ഒട്ടകങ്ങളാണ് അവരുടെ മെയിൻ സഞ്ചാരോപാധിയായിട്ടിരുന്നിരുന്നത്. അന്ന് ആൾക്കാർ കൂട്ടം കൂടിയിരുന്നത്, ആൾക്കാർ എങ്ങനെയാണ് അവരുടെ ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നത്, അവരുടെ ആഘോഷങ്ങൾ അതൊക്കെയാണ് കാണുന്നത്. 50 വർഷം മുമ്പ് ദുബൈ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളെ കാണിച്ചു തരുന്നത് ഈ മ്യൂസിയത്തിൽ. എൻട്രൻസിൽ തന്നെ അവരൊരു കൾച്ചർ മിംഗിൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക വാൾ പ്രസൻറ്റേഷൻ ലൈക്കാ. അതെ നൈസായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിനെ കുറിച്ചിട്ട് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഈ ദുബായിനെ കുറിച്ചുള്ള ഐഡിയ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. 50 വർഷം മുമ്പ് ഇത് എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരണമല്ലോ. ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു വാൾ, വലിയ LED സ്ക്രീനാണ്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ദോണികൾ, അത് മീൻപിടുത്തത്തിനും മറ്റും ഉപയോഗിച്ചിരുന്നത്. വെറും 50 വർഷം കൊണ്ടാണ് ദുബൈ ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിലേക്ക് മാറിയത്. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ദുബൈ ഒന്നുമല്ല. 1971 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 71 കഴിഞ്ഞിട്ട് കറക്റ്റ് 50 വർഷമേ ഉള്ളൂ. അപ്പോൾ 71 എങ്ങനെയായിരുന്നു അത്? നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന കറൻസി തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ റുപ്പി എന്ന് പറഞ്ഞ രൂപയായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ദർഹമൊക്കെ വന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പം നമുക്ക് ഉള്ളിലേക്ക് കിടന്നാലോ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ അവരുടെ വാദ്യോപകരണങ്ങളാണ് ഈ കാണുന്നത്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന വാദ്യോപകരണങ്ങൾ അതിൻ്റെ ബാക്കിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നത് ഓരോന്നും ആ ഫ്രെയിമിൽ തന്നെ കാണിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലൊക്കെ ഒരെണ്ണം ചെയ്യേണ്ടതാണ്. അന്നത്തെ അവരുടെ വിളക്കുകൾ അതുപോലെ തന്നെ കത്തിച്ചിട്ടിരിക്കുന്നു. അന്ന് അവർ കൽക്കരി ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ അവർ പയറുവർഗ്ഗങ്ങളൊക്കെ കുക്ക് ചെയ്തിരുന്നത് ആ ചൂട് കിട്ടാൻ വേണ്ടി അത് എങ്ങനെ പ്രവർത്തിക്കും. അന്ന് ഉപയോഗിച്ചിരുന്ന തവികൾ, പിന്നെ കോളിൻ്റെ തീ എങ്ങനെയാണ് കത്തിച്ചിരുന്നത്. അന്ന് അവർ വലിക്കുന്ന ഹുക്ക വലിക്കുന്ന ആ പാത്രം കാണുന്നില്ല. ഓക്കെ, അത് തന്നെ അവർ ഹുക്ക വലിക്കുന്ന പാത്രം. അന്നത്തെ കഥകൾ പോലും, അതായത് നമ്മുടെ നാട്ടിൽ ഇന്നുപയോഗിക്കുന്ന കഥകളെ പോലെ അന്ന് അവർ ഉണ്ടാക്കിയിരിക്കുന്ന കഥകൾ പോലും അവരിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആകെ എനിക്ക് തോന്നുന്ന ഇരുമ്പെന്നുണ്ടായിരുന്നല്ലോ, സാക്ഷിയൊക്കെ മാറ്റിയിട്ട് ഇരുമ്പിൻ്റെ ലോക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബൈ മ്യൂസിയം. അന്നത്തെ അവർ ഉപയോഗിച്ചിരുന്ന തയ്യൽ മെഷീൻ, ആ തയ്യൽ മെഷീൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 1971 ഓർക്കണം. 71 അവരെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്, തയ്യൽ മെഷീൻ സ്റ്റിച്ച് ചെയ്തിരുന്നത്. അന്ന് അവർ ഖുർആൻ വായിക്കുന്ന
അത് ഉപയോഗിച്ചിരുന്ന ഖുറാൻ വായിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡ്. അന്ന് ദുബൈയിൽ ഇപ്പോൾ അൽസീബ് സ്ട്രീറ്റ് ഇത് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രീറ്റിൽ ഇങ്ങനെയായിരുന്നു, അവരുടെ സ്ട്രീറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയായിരുന്നു. മുകളിൽ താച്ച്ഡ് റൂഫ്സ് ആയിരുന്നു. ഈ ഈന്തപ്പനയുടെ അത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന താച്ച്ഡ് റൂഫ്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന തവികൾ, ഉപകരണങ്ങൾ, കൂട്ടുകൾ, അവരെങ്ങനെയാണ് വെൽക്കം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ, അതങ്ങനെ തന്നെ അവർ വെൽക്കം ചെയ്തിരുന്നു. അവരുടെ തുണിക്കടകൾ എല്ലാം വീഡിയോ വാൾ വെച്ചിട്ട് അതിൽ അവർ സ്റ്റിച്ച് ചെയ്യുകയും കൊടുക്കുകയും ചെയ്തിരുന്നു. അത് സംഭവം അങ്ങനെ തന്നെ കാണിക്കുകയാണ്. അന്നത്തെ അവരുടെ സ്പൈസസ് ഷോപ്പ് ഇന്നും ആ സ്പൈസസ് വെച്ചിട്ട്, അതായത് നമ്മുടെ നാട്ടിലേക്ക് തട്ടി പാളിയുള്ള കഥ വെച്ചിരിക്കുന്ന പോലെ അൽസീബ് സ്ട്രീറ്റിൽ ഇതേ കടകൾ ഇപ്പോഴും ഉണ്ട്. ആ അൽസീബ് സ്ട്രീറ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അന്നിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വിശറിയും തൊപ്പിയും, ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല, അവർ കടലിൽ പോകാൻ നേരത്ത് ഉപയോഗിച്ചിരുന്ന തരം തൊപ്പികളും എല്ലാം ഓലപ്പന കൊണ്ടും ഒക്കെ നെയ്തെടുത്തത്. അന്ന് വെള്ളം കോരിക്കൊണ്ടിരുന്ന കപ്പിയും കയറും ഇതുപയോഗിച്ചാണ് അവർ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അന്ന് ഡീസൽ അവർ സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഡീസലും പെട്രോളും അല്ലെങ്കിൽ മണ്ണെണ്ണയും ഒക്കെ സൂക്ഷിച്ചിരുന്നത് ഇങ്ങനെയാണ്. ആ ദുബൈയുടെ ഒരു ഓൾഡ് വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ദുബൈ, ഇത് ബാർ ദുബൈ. അത് 1960 ദുബൈയുടെ പ്ലാനാണ് ഈ കാണുന്നത്. 1960 അന്ന് അവർ ഷിപ്പിങ്ങിന് ഉപയോഗിച്ചിരുന്ന കയറുകൾ, അതിൻ്റെ വെള്ളം കോരാൻ ഉപയോഗിച്ച തൊപ്പി. ആ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ദുബൈ ഫ്രെയിമിലെ ലിഫ്റ്റിൽ കയറുകയാണ്. വ്യൂ ഡെക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന സമയത്ത് നമുക്കിതിൻ്റെ വ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 മിനിറ്റ് കൊണ്ട് ഈ ലിഫ്റ്റ് പോവുള്ളൂ. സാധാരണ പോകുന്ന പോലെ സ്പീഡിൽ പോവില്ല. എത്ര ഫ്ലോർ ഉണ്ടെന്ന് പറയാൻ നോക്കിയിട്ടില്ല, അറിയത്തുമില്ല. ശരിക്കും ദുബായിലെത്തിയിട്ട് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ലിഫ്റ്റിന്റെ അകത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതും പെട്ടെന്ന് കിട്ടുന്നത് ശരിക്കായിട്ട് അടയുന്ന പോലെ ഇത്ര വലിയൊരു ഹൈറ്റാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദുബായിയുടെ. ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടം, ദുബായ് ഫ്രെയിം ഒരു വലിയ നഷ്ടമായി മാറിയേനെ. പ്രസന്റ് ദുബായ്. അപ്പോൾ ഓൾഡ് സിറ്റിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് ന്യൂ സിറ്റി എങ്ങനെ ഇരിക്കും, ആ ന്യൂ സിറ്റിയുടെ ഫ്രെയിമാണ് അവിടെ കാണുന്നത്. പിന്നെ താഴേക്ക് നമ്മളൊരു ഗ്ലാസ് ഫ്രെയിമിൽ കൂടെയാണ് നടക്കുന്നത്. ആ ഗ്ലാസ് ഫ്രെയിമിൽ കൂടെ നമുക്ക് അത്ര ഈസിക്ക് താഴോട്ട് നോക്കി നടക്കാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. താഴേക്ക് നോക്കുന്തോറും അതിൽ എന്താ പറയുന്നത്, നമ്മുടെ വാക്കിന് കുറച്ച് സ്പീഡ് കുറയുന്നു. പിന്നെ ഇടയ്ക്ക് അവരൊരു ഷെയ്ഡ് ആവുന്നത് കൊണ്ട് നമ്മൾ നടക്കുന്തോറും ആ ഭാഗം തുറന്നു വരുന്നു. അതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് നടക്കാം. പക്ഷേ അതൊരു ചൈനയിലൊക്കെ പോയി നടന്നു പോയി അവിടെ നോക്കി നടന്നാൽ മതി, മുകളിൽ നോക്കി നടന്നാൽ മതി. അപ്പോൾ അതിനകത്ത് പേടി വരില്ല. യാ നമുക്ക് എവിടെയെങ്കിലും നിന്നിട്ട് മുകളിലേക്ക് നോക്കാം, അപ്പോൾ പേടി തോന്നില്ല. എന്നാലും എനിക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട് താഴേക്ക് നോക്കുമ്പോൾ. ഇത്ര വലിയൊരു വെറും ഗ്ലാസ്സിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നല്ല പേടിയുണ്ട് ഈ ഗ്ലാസ്സിൽ കൂടെ നടക്കാൻ. എനിക്ക് ഇതുവരെ താഴത്തേക്ക് നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഇവിടെ എത്തിയപ്പോഴാണ് താഴത്തേക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാം. ആ വ്യൂ നോക്കണമെങ്കിൽ നേരെ മുകളിലേക്ക് നോക്കണം. നേരെ മുകളിലേക്ക് നോക്കിയിട്ട് ആ വ്യൂ നോക്കണം. അത്ര ഒരു ഗ്ലാസ്സിലാണ് നോക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ ദുബായ് ഫ്രെയിമിലെ എന്താ പറയുക, ഈ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഒരു ചില സമയത്ത് ഇത് ക്ലോസ് ചെയ്തിരുന്നുണ്ട്. ഇതൊരു ചില്ലാണ്. എത്ര ഹൈറ്റിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഹൈറ്റിൽ ഇന്ന് താഴത്തേക്ക് നോക്കുകയാണ്. ഗ്ലാസ്സാണ്. അടിപൊളിയായിട്ടൊരു വ്യൂ.
ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഫ്രെയിമിനകത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇക്ക ഓൾറെഡി പല കാര്യങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായിയുടെ 2 മുഖങ്ങൾ, ഈ ഫ്രെയിമിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ദുബായിയുടെ 2 കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ വർത്തമാനങ്ങളൊന്നുമില്ല, നേരിട്ട് കാഴ്ചകളിലേക്ക്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സൈഡാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് അവിടെ ഫ്യൂച്ചറാണ് അവർ പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ദുബായിയുടെ ബുർജ് ഖലീഫ മുതൽ എല്ലാം ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. നൈസായിട്ടുള്ള പ്ലേസ് എന്ന് പറയാൻ കാരണം ദുബായിയുടെ ഒരു ഓവർവ്യൂ, ദുബായ് എന്താണെന്നുള്ളത് ഒരാൾക്ക് കാട്ടിക്കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ കയറിയിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിയുടെ ഒരു പഴയ കാല കാഴ്ച. ഇത് വിദേശികൾക്കും സ്വദേശികൾക്കുമായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് കാണാൻ വേണ്ടി തന്നെയാണ് അവരിങ്ങനെ കാട്ടിക്കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാമെങ്കിലും കുറേ കൂടിയൊക്കെ ക്ലോസ് ആയിട്ട് നല്ല പോലെ തന്നെ ദുബായിന് ഇതിൽ കാണാൻ പറ്റും. അവിടെ ദൂരെ വളരെ വഴിയകലെ ബുർജ് ഖലീഫയുടെ ഇമേജസ് കാണാം. അതുപോലെ തന്നെ താഴത്ത് ഈ ബിൽഡിങ്ങിൻ്റെ കുറേ കൺസ്ട്രക്ഷൻ അവർ ചെയ്തിരിക്കുന്ന കുറേ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ താഴെ നോക്കുമ്പോൾ. അതുപോലെ തന്നെ അവരുടെ ഷെയ്ക്കിൻ്റെ ഒരു ഇമേജ് അവിടെ ചെയ്തിട്ടുണ്ട്. അവർ ഇവിടെ നിന്ന് മേലെ നിന്നുള്ളൊരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കാഴ്ചയാണത്. അടിപൊളിയായിട്ടൊരു കാഴ്ച. ബസ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ദുബായിയുടെ ഓൾഡ് ദുബായ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഈ ഫ്രെയിമിൻ്റെ മറ്റൊരു സൈഡാണ്. ഈ സൈഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിയുടെ പണ്ട് കാലത്ത് ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നൊരു ദുബായിയുടെ കൺസ്ട്രക്ഷൻ പോലെയാണ് ഈ കാണുന്നൊരു വ്യൂ. കുറേയധികം കെട്ടിടങ്ങളിങ്ങനെ ഒരുമിച്ച് കാണുന്ന പോലെ ഒരു പഴയൊരു കൺസ്ട്രക്ഷൻ പോലെ തന്നെയാണ്. അവർ ആ ഫ്രെയിമിൻ്റെ ഒരു ശരിക്കും അർത്ഥവത്താകുന്ന രീതിയിൽ തന്നെയാണ് അത് അവിടെ ചെയ്തിട്ടുള്ളത്. കുറേ ബിൽഡിങ്ങുകൾ ദുബൈയിൽ വന്നതിൽ എനിക്ക് ഞാൻ ഈ 30 വർഷമായി ദുബൈയിൽ ഇത്ര മനോഹരമായൊരു കാഴ്ച, അതായത് ഇത്ര മനോഹരമായിട്ടും ഇത്ര കോർട്ടസിയോട് കൂടി അവർ വെൽക്കം ചെയ്യുന്നു. ഇപ്പോഴേ കൊറോണ കാരണം ആൾക്കാർ കുറവാണ്, എന്നാൽ തന്നെയും ഇത്രയധികം മനോഹരമായിട്ടൊരു കാഴ്ച ഞാൻ എൻ്റെ ദുബായ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. താഴെ റോഡിൻ്റെ എസ്കലേറ്ററിൽ കൂടെ സൈക്കിൾ ഓടിച്ചു പോകുന്ന ആൾക്കാരെ കാണാം. അതായത് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഫുൾ സൈക്കിൾ ഉപയോഗിച്ച് പോകാൻ വേണ്ടി ട്രാക്ക് ഉണ്ടാക്കിയിരിക്കുകയാണത്. ദുബായിയുടെ ഒരു ഓവറായിട്ടുള്ളൊരു ഫ്യൂച്ചർ, ബുർജ് ഖലീഫ മുതൽ ഇവിടെ നടക്കുന്ന 1 കൺസ്ട്രക്ഷൻസ് വരെയുള്ളത് എല്ലാതും ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻ ദുബായ് ഫ്രെയിം. ഒരു പേര് പറഞ്ഞ പോലെ തന്നെ ശരിക്കും ആപ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ക്രിയേഷൻ ചെയ്തിരിക്കുന്നത്. ദുബായിയുടെ ഒരു ഫ്രെയിം തന്നെയാണ്. നമ്മളുടെ കോമഡിയിലൊക്കെ പറയുന്ന പോലെ ഫോട്ടോ ഇല്ലല്ലോ ഇവിടെ, ഫ്രെയിം മാത്രമല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രെയിമിലൂടെ അവർ കാണാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ദുബായിനെ അവർ കാട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് ദുബായിയുടെ ഫ്യൂച്ചറും അതുപോലെ ദുബായിയുടെ പാസ്റ്റുമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ ദുബായിയുടെ ഇനി വരാൻ പോകുന്ന ഒരു തലമുറയുടെ കാഴ്ചകൾ. ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, നൈസാണ്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഈ ദുബായിയുടെ ഓവറായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഓവറോൾ ഒരു വ്യൂ നമുക്കിവിടെ ശരിക്കും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായിയുടെ തന്നെ ദുബായിയുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു വ്യൂ ആണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. ബുർജ് ഖലീഫ മുതൽ ദുബായിയുടെ 1 കൺസ്ട്രക്ഷൻസ് മുഴുവൻ അവർ ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ്. അവരുടെ മെട്രോ റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അവരുടെ സോളാർ സിസ്റ്റം, അവരുടെ പാർക്ക്, അതുപോലെ തന്നെ അവരുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ
ഈ കൊടുത്തിരിക്കുന്നതൊരു ഇതാണ്, എന്താ പറയുക, നമ്മളെ ഈ റോഡ് മുറിഞ്ഞ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജുകളാണ്. ഈ ബ്രിഡ്ജുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടു അവിടെ നേരെ കാണുന്നത്, ആ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറി തിന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി ആ സാധനം നമ്മളതിനെ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല സെറ്റപ്പുകൾ, അതൊക്കെ നമുക്കിവിടെ ഈ ദുബായിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദുബായിയുടെ പല ഭാഗങ്ങളും ഇപ്പം മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കും. ഇപ്പോൾ ഒരു ഡിസംബർ ടൈമാണല്ലോ, ഡിസംബർ ജാനുവരി ഫെബ്രുവരി ടൈമായ കാരണം കൊണ്ട് ഇവിടെ ഒരു തണവ് സമയമാണ്. ഇവിടുത്തെ രാജാവിൻ്റെ വീട്, കൊട്ടാരം, ആ കാണുന്നത് നമ്മളിവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരമാണ് അവിടെ കാണുന്നത്. അങ്ങനെ ദുബായിയുടെ എല്ലാം ഇവർ ആ ഫ്രെയിം ചെയ്തിരിക്കുന്ന, കൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. കാരണം ഈ രണ്ട് കൾച്ചറും, പാസ്റ്റും ഫ്യൂച്ചറും ഒരുമിച്ച് കാണിക്കാൻ പറ്റിയൊരു, രണ്ട് സൈഡായിട്ട് തന്നെ കാണിക്കാൻ പറ്റിയൊരു സ്ഥലം. ആ സ്ഥലം ഹാറ്റ്സ് ഓഫ് യു, അവരുടെ ആ സ്ഥലം സെലക്ട് ചെയ്തേനെ. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം, അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ. ഞാൻ നിൽക്കുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലാണ്. ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും കാണാം. അതെ, രണ്ട് കാഴ്ചകളാണ് കാണുന്നത്. ലെഫ്റ്റിൽ ഒന്ന് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഒന്നിപ്പോൾ നിലവിലത്തെ സാഹചര്യം നമ്മൾ കണ്ടു, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത്രയധികം എക്സൈറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോയിലോ ഈ ദുബൈയിൽ വന്നിട്ട് പിന്നെ ഇത്രയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഇപ്പം ഞാനും അതുപോലെ എക്സൈറ്റഡ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുബായ് ഫ്രെയിം നമ്മൾ ബുർജ് ഖലീഫ കാണും, അല്ലെങ്കിൽ ഗ്രാൻഡ് മാൾ കാണും, അല്ലെങ്കിൽ ദുബായ് മാൾ കാണും, എല്ലാം കാണും. പക്ഷേ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ദുബായിയുടെ പാസ്റ്റും ഫ്യൂച്ചറും, പ്രസന്റും ഫ്യൂച്ചറും. പാസ്റ്റ് നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കണ്ടെങ്കിൽ മ്യൂസിയമായിട്ട് അവർ പല സെക്ഷനായിട്ട് നമ്മളെ കാട്ടി തന്നെങ്കിൽ, ഫ്യൂച്ചറാണ് ഈ ബാക്കിൽ കാണുന്നതെങ്കിൽ പ്രസന്റ് ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3 സെക്ഷനായിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഫ്രെയിമിൽ അവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഇല്ലാത്തൊരു ഫ്രെയിമല്ല ഇത് ദുബായിയുടെ തന്നെ ഫുൾ കൾച്ചർ കാട്ടിത്തരുന്ന ഒരു വലിയൊരു ഫ്രെയിമാണ്. അടിപൊളിയായിട്ട് ഒരുപാട് പേര് ഇവിടെ ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ദുബായിയുടെ ഈ കാണുന്നത് ദുബായിയുടെ ഫ്യൂച്ചറാണ്. ദുബായിയുടെ ഫ്യൂച്ചർ കാഴ്ചകൾ, ബുർജ് ഖലീഫ മുതൽ ദുബായിയുടെ വൻ കൺസ്ട്രക്ഷൻസ് ഒക്കെ. ഈ കാണുന്നത് ദുബായിയുടെ പ്രസന്റ്. ഇങ്ങനെയാണ് ദുബായിലെ ആളുകൾ ഇവിടെ താമസിക്കുന്ന. ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയാസും ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു ദുബായിയുടെ ഒരുപാട് കൾച്ചറിലുള്ള ആളുകൾ, വ്യത്യസ്തമായ ഒരുപാട് കൾച്ചറിൽ വരുന്ന ആളുകൾ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന അവർ മാക്സിമം അവരുടേതായ രീതിയിലുള്ള അഡ്വാൻസ് മെത്തേഡുകളിൽ തന്നെ ആണ്. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ദുബായ് ഫ്രെയിം. ദുബായിയുടെ വ്യത്യസ്തമായ അടിപൊളി കാഴ്ചകൾ. അപ്പോൾ ഈ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല, ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സൂപ്പർ. ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ദുബായ് ഫ്രെയിമിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഹായ്, താങ്ക് യു. അങ്ങനെ നമ്മൾ ഈ ദുബായ് ഫ്രെയിമിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ശരിക്കും വിഷമമുണ്ടെന്ന് തോന്നുന്നു, ഇത്ര നല്ലൊരു കാഴ്ചയിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകാന്ന് പറയുമ്പോൾ അല്ലേ?
കിടക്കുന്നത് കാണാം. മീറ്ററാണ് നമ്മുടെ ഹൈറ്റ്. ബൈ, കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് പോകുന്നത് ഫ്യൂച്ചർ ഓഫ് ദുബായിലേക്കാണ്. ഫ്യൂച്ചർ ഓഫ് ദുബായ് അതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മൾ പാസിംഗ് ബസ്സിലൊക്കെ ആണെങ്കിൽ ഫ്യൂച്ചർ ഓഫ് ദുബായ് എന്ന് പറഞ്ഞിട്ട് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ദുബായ് എന്തായിരിക്കും, എന്താണ് ദുബായ് സംഭവിക്കാൻ പോകുന്നത്. ബുർജ് ഖലീഫയുണ്ട്, പുതിയ ടവറുകളുണ്ട്. ശരിക്കും ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു വാള്, ആ വാളിൻ്റെ ഉള്ളിൽ ഇവർ ഈ പ്രൊജക്ടേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് വേണ്ടി ഒരു 3D ഇമേജ് കാണുന്ന പോലെ തന്നെ ഈ 12K വിസ്താര എന്നൊക്കെ പറയുന്നില്ല നമ്മളെ ഫ്ലവേഴ്സിൽ, അങ്ങനത്തെ തന്നെ. ഇപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ആണോ എന്ന് സംശയിച്ച് പോകുന്ന രീതിയിലുള്ളൊരു ഒരു അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പില്ലേ അവരവരുടെ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ അവരുടേതായ പരീക്ഷണ നിരീക്ഷണങ്ങളൊരു കൾച്ചറാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരും അതിലും പിന്നിലല്ല എന്നുള്ളൊരു കാട്ടിത്തരൽ. മാസ് വിഷൻ അല്ലേ? ഇവിടുത്തെ സൗണ്ട് എഫക്റ്റുകളും ഡോൾബി സൗണ്ട് എഫക്റ്റാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എൻ്റെ മാക്സിമം എക്സ്ട്രീം. അവർ ഫ്യൂച്ചർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ അവർ നമ്മൾക്ക് ഉപയോഗിക്കാൻ പോകുന്ന രീതിയിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ്. ആഹാ, നമ്മുടെ ഷെയ്ഖിൻ്റെ ചിന്തകൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട്, അത് തോട്ട്സിന് അംഗീകാരം കൊടുത്തുകൊണ്ടാണ് അവർ ഈ ഫ്യൂച്ചർ ഓഫ് ദുബായ് എന്നുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ദുബായ് എങ്ങനെ ആയിരിക്കും, ആഹാ, എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറയിൽ 50 വർഷത്തിന് ശേഷം ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇവിടെ ബുർജ് ഖലീഫ ഉണ്ടല്ലേ, ശരിക്കും അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് എടുക്കുക. അതിൻ്റെ ഫിറ്റ് ആ എൻട്രി, ഇവിടുത്തെ ഒരു സെറ്റപ്പും ഒക്കെ കൂടി കാണുമ്പോൾ തന്നെ നൈസായിട്ടുള്ളൊരു പ്ലേസ്. ശരിക്കും നല്ലൊരു ഭാഗ്യം കിട്ടി നമ്മളിപ്പോൾ ഈ ദുബായ് ഫ്രെയിമിൽ വരാൻ പറ്റിയതിലും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയതിലും. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഇവിടെ ദുബായിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനും ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ് ദുബായ്. നമ്മൾ ബുർജ് ഖലീഫയിലൊക്കെ കയറാൻ ജസ്റ്റ് കയറി ആ ഇത് ഗ്ലാസ്സിൽ കൂടെ താഴേക്ക് നോക്കി എന്നല്ലാതെ നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ശരിക്കും അവർ മാക്സിമം ഒരു ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ് ടെക്നോളജി നമ്മളൊക്കെ പിൽക്കാലത്ത് നമ്മളൊരു 10-20 കൊല്ലത്തിന് ശേഷമൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരുപക്ഷെ കാണാമേക്കാവുന്ന രീതിയിലുള്ള അഡ്വാൻസ് ടെക്നോളജി അവർ ഇപ്പോഴേ തന്നെ പരീക്ഷിച്ച് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ആഹാ, നൈസ് വൺ. ദുബായ് ഫ്രെയിമിൽ നിന്നിട്ട് കാണുന്ന പോലെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. സോളാർ, അതുപോലെ കാറ്റാടി, ആ രീതിയിലുള്ള അവരുടെ പിൽക്കാലത്തെ എനർജി സോഴ്സുകളൊക്കെ അവർ കാട്ടി തന്നിട്ടുണ്ട്. ഓരോരോ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻസ് എല്ലാം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ 3D ഇമേജ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആഹാ, കാറുകളൊക്കെ ആകാശത്തോട് ഒഴുകി നടക്കുന്ന ഫ്യൂച്ചർ. അവർ ഈ ഫ്യൂച്ചറിൽ അവരുടെ പ്രകൃതിനെ കുറിച്ചുള്ള ഒരു കൾച്ചർ കൂടി ഇതിൽ കാണിക്കണ്ടോ. ഒരു ഭയങ്കരമായ ഒരു ഗ്രീനറി സെറ്റ് കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ അല്ലേ, ഭൂമിയുടെ അടിയിലെ കാഴ്ചകളാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ കാണുന്നതിൽ. അണ്ടർഗ്രൗണ്ടിലേക്ക് എങ്ങനെ കാറുകളൊക്കെ പറന്നിറങ്ങുന്നു. ആഹാ, റോഡ്സൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് റോഡ്സൊക്കെ ഡ്രൈവറില്ലാത്ത കാറുകളും കാര്യങ്ങളും യാത്ര ചെയ്ത് പോകുന്നവർക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ തോന്നലാണ് ഇതിനകത്ത്.
ആ ശരിക്കും നമ്മളാണ് ഈ കറങ്ങുന്നതെന്നുള്ളൊരു യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തോന്നലാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ അവരുടെ ഒരു ആ പക്ഷി പറന്നു പോകുന്ന ഒരു ഫീലില്ലേ അല്ലേ? നമ്മളൊരു ഇതിൽ നിൽക്കുകയാണ്, ഒരു ഫാൽക്കൺ ഐയിലൂടെ ഇത് കണ്ടു തീർക്കുകയാണ്. ഫാൽക്കൺ ഐ നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫാൽക്കൺ ഐയിലൂടെ കണ്ടു തീർക്കുകയാണ്. അവിടെ മെട്രോ ഒക്കെ പോകുന്നു, കെട്ടിടങ്ങളുടെ നേരേക്ക് പോകുന്നു, കാറുകളൊക്കെ. ശരിക്കും ഇതൊക്കെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലേ? ഇത് ക്യാമറയിൽ എത്രമാത്രം എഫക്റ്റീവ് ആണോന്ന് അറിയില്ല ശരിക്കും. റോഡൊക്കെ തിരിഞ്ഞു പോകുന്നു. നമ്മൾ ഇങ്ങനെ അതിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റൂമിലേക്കും 3D പ്രിൻ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്കൊക്കെ കടന്നു പോയി. അതിനകത്ത് കയറി ഒരു ഹോളിലേക്ക് എത്തി ഒരു മാളിൽ എങ്ങനെ എത്താം, അവിടുന്ന് മാളിൽ നിന്ന് എങ്ങനെ ഇറങ്ങാം, അങ്ങനത്തെ റോബോട്ട്സും ഫുൾ കൺട്രോൾ ചെയ്യുന്ന റോബോട്ട്സുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. കോഫി ഷോപ്പുകളും കാര്യങ്ങളും ഓഫീസുകളും എല്ലാം വെർച്വലാണ്. പക്ഷെ ഇതിലൊന്നും മനുഷ്യന്മാരെ അവർ കാണിച്ചിട്ടില്ല അല്ലേ? മനുഷ്യന്മാരെ ആ രീതി എന്താവും എന്നുള്ളൊരു ഐഡിയ അവർക്ക് നമുക്ക് ചിന്തിച്ചാൽ മതിയല്ലോ, ഒന്ന് ചിന്തയ്ക്കാണ്. എല്ലാം റോബോട്ട്സാണ്, ഫുൾ കൺട്രോൾ ചെയ്യുന്ന റോബോട്ട്സാണ്. അവിടെ കോഫി ചെയ്യുന്ന എല്ലാം സർവീസ് ചെയ്യുന്ന എല്ലാം റോബോട്ട്സാണ്. മനുഷ്യന് സ്റ്റാൻഡേർഡായിട്ട് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. റോബോട്ട്സാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം. ഭൂമിയുടെ ഒരു ഇതല്ലേ, ഒരു പ്ലാനറ്റോറിയം പോലത്തെ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഇവർ ഇത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഭാവിയിൽ അതിലേക്ക് ഒന്ന് കയറി അതിൽ നിന്ന് എപ്പോഴും ഇറങ്ങുമെന്ന് പറഞ്ഞു. പുറത്തേക്ക് നമ്മളൊരു എസ്കലേറ്ററിൽ കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. അത് കടലിനടിയിൽ കൂടെയാണ് ടണലുകളൊക്കെ. കടലിനടിയിൽ കൂടിയുള്ളൊരു സ്വിമ്മിംഗ് പൂൾ അല്ലല്ല, സ്വിമ്മിംഗ് പൂൾ ടണല്. അത് മീനുകളൊക്കെ, മീനും വണ്ടിയും ബോട്ടുകളും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വേറൊരു റോഡിൽ ചേർന്നു. 3D പ്രിന്റഡ് ബിൽഡിങ്സാണ്. അവിടെയും എല്ലാ റോബോട്ടുകളാണ്. നമ്മളെ സ്വാഗതം ചെയ്യുന്ന എല്ലാ റോബോട്ടുകളും. അപ്പോൾ അതിന് പുറത്ത് ഗ്രാമത്തിലേക്ക് ഇറങ്ങി. അഡ്വാൻസ്മെൻറ്റ് ഹെൽത്ത് കെയറിലെ അഡ്വാൻസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ പുരോഗതി. മനുഷ്യൻ അവിടെ നിന്നാൽ മതി, അതിൻ്റെ ടോട്ടൽ സ്കാൻ ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ട്രീറ്റ്മെൻറ്റ് സൈഡും. ഓഹോ, അടിപൊളി. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ദുബായിയുടെ ഫ്യൂച്ചർ കൂടി നമ്മൾ കണ്ടു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ മാത്രമല്ല, ഒരു 10 വർഷത്തിന് ശേഷം 20 വർഷത്തിന് ശേഷം ദുബായ് എന്തായിരിക്കും എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാഴ്ചകൾ. 2050 അവർ 2050. ഓക്കെ, അപ്പോൾ ആ കാഴ്ച കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് യാത്ര ഇറങ്ങുകയാണ്. നമുക്കൊരു ഹായ് ദുബായ് ഫീച്ചറിൻ്റെ ഉള്ളിലാണ്, പ്രസൻറ്റേഷൻ്റെ അകത്താണുള്ളത്. അവിടെ പ്രസൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കാണാനുള്ളത്. ഫീച്ചർ അടിപൊളിയായിട്ടുള്ള ദുബായിയുടെ ഫ്യൂച്ചർ. ഹായ്, ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം ദുബായ് പോലെ ലോകത്ത് തന്നെ ഇത്രയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന, ഞൊട്ടിയിടയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ അറിയാലോ, 50 വർഷത്തെ ലൈഫാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ 50 വർഷം കഴിഞ്ഞിട്ടുള്ള ലൈഫാണ് അവർ കാട്ടി തന്നത്. എന്തായാലും ഒരു 50 വർഷത്തിന് ശേഷമുള്ള ഒരു കാഴ്ച അതിപ്പോഴേ കാണാൻ പറ്റിയതിൽ ഒരുപാട് എക്സൈറ്റഡ്. താങ്ക് യു ദുബായ്.
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തോ നഷ്ടപ്പെട്ട പോലെയാണ്. ഫ്രെയിമിൻ്റെ ഈ ഫ്രെയിമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഫോട്ടോ എടുക്കും. വളരെ ചെറിയൊരു ഫ്രെയിം. Derived from this number is considered the most aesthetically pleasing of all properties. The Dubai frame is a golden rectangle. It's a golden rectangle. അതാണ് അതിൻ്റെ ഫോട്ടോ. ദുബായ് ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിലത്തെ കുറച്ച് ഇമേജസ്. നമ്മളിതാ ഈ ഫ്രെയിമിൻ്റെ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ആകാശ കാഴ്ചകൾ താഴത്ത് നിന്ന് കണ്ടത്. ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. പല അടിപൊളിയായിട്ടുള്ളൊരു നൈസ് ആണ്. എൻ്റെ കൺസ്ട്രക്ഷൻ്റെ പല രീതിയിലുള്ള അവരുടെ ടൈമുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അപ്പം മേലത്തെ കാണുന്നത് അവർ താഴത്തു നിന്ന് ഉണ്ടാക്കി മേലേക്ക് ക്രെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ആ മേലെ കാണുന്നൊരു പോർഷൻ. ഫ്രെയിമിൻ്റെ ഒരു ഏറ്റവും മുകളിലെ കൺസ്ട്രക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്രയും പ്ലാൻഡ് ആയിട്ടൊരു ബിൽഡിങ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. A ride to the top. ഇതാണ് ഈ ഫ്രെയിമിൻ്റെ മിനിയേച്ചർ മോഡലിൻ്റെ ഒരു ഇമേജാണ്. 3600 എക്സ്പേർട്സ്, എൻജിനീയേഴ്സ് എല്ലാം കൂടെ കൂടി 3600 എക്സ്പേർട്സാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൽ ദുബായ് ഫ്രെയിമിൽ വന്നതിൻ്റെ ഒരു തെളിവ് എന്നുള്ള രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 10 രൂപയുടെ നോട്ട് ഇല്ലേക്കാ, ഒരു 10 രൂപയുടെ നോട്ട് നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സോവനീർ ഉണ്ടാക്കിയെടുക്കാന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. നമുക്ക് എന്താ സെലക്ട് ചെയ്യേണ്ട ഏതും കിട്ടട്ടല്ലേ. 10 തിരിഞ്ഞാണല്ലോ. We have different one there. Okay, I like this one. Arguments? Yeah. Make it different. Better frame. I'm selecting this one. This one only half frame. It will not look color. You can just choose from this one. There is different one also. Different one. But I didn't put money now. First you have to select this one. Okay, now you can put money and then keep rolling. See? Okay, now just keep rolling. It will be very hard. Yeah, it's printing. ഇക്ക തന്നെ ഇക്കയ്ക്ക് ആവശ്യമുള്ള നാണയം പ്രിന്റ് ചെയ്തെടുക്കുകയാണ്. ഇല്ലിക്ക അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ്. കുറച്ച് ശക്തിയിൽ തന്നെ അത് കിടന്ന് കറക്കുമ്പോൾ ആഹാ. ഇക്കടെ ദുബായ് ഫ്രെയിമിന്റെ പിക്ചറുള്ള നാണയം ഇക്ക പറഞ്ഞ പിക്ചറിലൊരു നാണയം പ്രിന്റ് ചെയ്ത് തോന്നുന്നു. സൊവനീറാണ് ഇത്. നമുക്ക് വീട്ടില് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുകയോ സൂക്ഷിക്കുക, ഫോണിലൊക്കെ സൂക്ഷിക്കാം. ദുബായ് ഫ്രെയിമിൽ നിന്ന് മടങ്ങുന്ന എസ്കലേറ്റർ. ശരിക്കും ഈ ദുബായ് ഫ്രെയിം ഞങ്ങൾക്ക് തിരിച്ചു പറയാൻ തോന്നുന്നില്ല ഇല്ലക്കാ. ഇത്ര നമ്മൾ ഒരു കാഴ്ചകളിൽ നിന്ന് അകലാൻ ഇത്ര വിഷമിച്ചിട്ടില്ല. അടിപൊളിയായിട്ടുള്ളൊരു ദുബായ്, കാഴ്ചകളിൽ നിന്ന് മാറാൻ അടിപൊളി. നമ്മുടെ നമ്മളുടെ ഈ ദുബായ് ഫ്രെയിമിനെ എന്താ പറയുക, വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. റെക്കോർഡ് ഫോർ ദി എന്താ പറയുക
ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ ഷേപ്പ് ഓഫ് എ പിക്ചർ ഫ്രെയിം. ഒരു പിക്ചർ ഫ്രെയിമിൻ്റെ ഷേപ്പിൽ പണിതിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. 150.24 മീറ്റർ ആണ്. പിന്നെ എൻ്റെ വിഡ്ത്ത് ദുബായ് മുനിസിപ്പാലിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദുബായ്. ഇനി 30 ഏപ്രിൽ 2019 ഏപ്രിൽ 30-ാം തീയതിയാണ് ഈ സാധനം ആൾക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു റെക്കോർഡ് ഹോൾഡർ കൂടി ആയിട്ടുള്ളൊരു ബിൽഡിംഗ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ദുബായ് ഫ്രെയിമിന്റെ ഫ്യൂച്ചറിലേക്കുള്ള വ്യൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് പ്രസന്റ് വ്യൂ, അതുപോലെ തന്നെ നമ്മൾ താഴെ മ്യൂസിയത്തിൽ കണ്ടു. അടിപൊളിയായിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള കാഴ്ച. ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ച കാണാതെ ആരും തന്നെ പോകരുത്. കാരണം നമ്മൾ ദുബായിൽ വന്ന ബുർജ് ഖലീഫ കാണാനുണ്ട്, ദുബായ് മാള് കാണാനുണ്ട്, മെട്രോ കാണാനുണ്ട്, അങ്ങനെ ദുബായിയുടെ പലതും കാണാനുണ്ട്. പക്ഷെ ഇതെല്ലാം ഒറ്റ ഫ്രെയിമിൽ 3 സെക്ഷനായിട്ട് പഴയൊരു കൾച്ചർ അവരുടെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലും പുതിയത് ഇനി വരാൻ പോകുന്ന കൾച്ചർ ഒരു സൈഡിലും ഇപ്പോൾ ഉള്ള കൾച്ചർ ബാക്ക് സൈഡിലുമായിട്ട് അവർ ദുബായിനെ നമുക്ക് കാട്ടിത്തരികയാണ്. ഫോട്ടോ ഇല്ലാത്തൊരു ഫ്രെയിം. നമ്മൾ വരുന്ന സമയത്ത് കുറേ തമാശയൊക്കെ ഞാനൊക്കെ തമ്മിൽ സംസാരിച്ചു, എങ്ങനെയാണ് ഒരു ഫ്രെയിം എന്നുള്ളൊരു പേര് ഇതിനെ വന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രെയിം എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ, അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ നിന്നപ്പോൾ മനസ്സിലായി ഈ ഫ്രെയിമിൻ്റെ പ്രസക്തി എന്താണെന്ന്. കാരണം ദുബായിയുടെ ഒരു അടിപൊളി 3 വ്യൂ അവർ ഈ ഫ്രെയിമിലൂടെ കാട്ടിത്തരികയാണ്. ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇവർ ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്തു എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് എവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ ഈ സെറ്റ് ചെയ്യുന്ന പ്ലേസിനുള്ള ഒരു പ്രത്യേകത, ഈ പ്ലേസിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ 3 കൾച്ചറും അവർക്ക് 3ആയിട്ട് തന്നെ കാട്ടിത്തരാനും പറ്റിയത്. അപ്പോൾ ഈ ദുബായിയുടെ അവിസ്മരണീയമായ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഒരു വലിയൊരു മാതൃകയാണ്. അവർ ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യല്ല, അതിൻ്റെ എല്ലാ സൈഡും എല്ലാ രീതിയിലുള്ള സൈഡുകളും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അവർ മാക്സിമം എഫേർട്ടൊക്കെ ഇട്ടിട്ട് റിസർച്ചൊക്കെ ചെയ്തിട്ട് നമുക്ക് കാട്ടിത്തരികയാണ്. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്ക് ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഞാൻ 29 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഒരു കാഴ്ചയിൽ വന്ന് നിൽക്കുന്നത്, ഒരു വീഡിയോയിൽ വന്ന് നിൽക്കുന്നത്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വ്ലോഗും വീണ്ടും നിങ്ങളിലേക്ക് ഒട്ടനവധി കാഴ്ചകളുമായി ഇനി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇനിയും കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് എഴുതി കാണിക്കും വേണം. അപ്പോൾ ഒരുപാട് ഇതുപോലത്തെ രസകരമായ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കുക. വീണ്ടും കാണുവരേക്കും പുതിയ കാഴ്ചകളിലേക്ക് ബൈ. അപ്പോൾ കാഴ്ചകൾ തീരുന്നില്ല, ഇനി ഇതിലത്തെ കുറച്ചുകൂടി കാഴ്ചകൾ. ബൈ.